എടാ നീ എന്ത് ഓഫീസിൽ വരാതെ? എല്ലാ ദിവസവും നിങ്ങളുടെ ഈ ഓഫീസിൽ വരണേ. എനിക്ക് ലീവ് ഉണ്ട്, ആ ലീവ് ഞാൻ അങ്ങ് എടുത്തു. ലീവ് എടുത്തിട്ട് എന്തായിരുന്നു പരിപാടി? സിനിമയ്ക്കെല്ലാം പോയത്? സിനിമയ്ക്ക് ഞാൻ പോയില്ല, പക്ഷെ ഒന്ന് ഉച്ചയ്ക്ക് ചോറിനോട് ഇരുന്നപ്പോഴേ ടിവിയിൽ ഞാൻ ധ്രുവ സിനിമ കണ്ടു. എടാ ഞാൻ ആലോചിക്കായിരുന്നേ, ആ മമ്മൂക്കയുടെ ഇൻട്രോ ഇല്ല സിനിമയില്, ആ ഒരു സമയത്ത് ഇതേപോലെ മെജസ്റ്റിക് ആയിട്ടൊരു ഇൻട്രോ കൊടുത്ത് ആ ഓറയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാരക്ടർ ഇൻട്രോ, ലീഡ് ക്യാരക്ടർ ഇൻട്രോ ആ ഒരു സമയത്ത് സിനിമയിൽ ഉണ്ടായിട്ടില്ല. ആ സിനിമയുടെ ഓവറോൾ മൂഡ് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് സിനിമ തുടങ്ങി ജനാർദ്ദൻ വണ്ടിയിലിരുന്ന് ഈ നറേഷൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ കാമാക്ഷിപുരത്തെ ഒരാളായിട്ട് മാറും. എടാ പഴയ പടം അവിടെ നിൽക്കട്ടെ, നീ നമ്മുടെ പുറിഞ്ചു മറിയൻ ജോസില് കാട്ടാളം പുറിഞ്ചുന്റെ ഇൻട്രോ വേണ്ടോ? അമിതാഭ് ബച്ചന്റെ ഡോൺ സിനിമയിലെ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ബാൻഡ് സെറ്റിൽ വന്നിട്ടുള്ള ഒരു ഇൻട്രോ, ആ മുളയൊക്കെ എടുത്തിട്ടുള്ള അടിയല്ലേ എന്റെ പൊന്നെ. ഈ ധ്രുവം സിനിമയുടെ കാസ്റ്റിംഗ് തന്നെ എടുത്തു നോക്കും. പോട്ടെ, അതിലെ വില്ലനോ ഹൈദർ മരക്കാർ. ജോഷി സാറിന്റെ സിനിമകളിലെ നടന്മാരോട് നമുക്ക് തോന്നുന്ന അതേ ആരാധനയാണ് വില്ലന്മാരോടും. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോ? ഗണ്ണ് നല്ല ഡബിൾ ബാരൽ ഗണ്ണ് കിട്ടലൻ ക്യാരക്ടർ അല്ലേ തന്നെ ഉണ്ട്. ബലരാമൻ കൂട്ടി കൊടുക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? പുതിയകാലം വെട്ടാൻ പറ്റുമോ സക്കീർ ബായിക്ക്? ബട്ട് ഐ ക്യാൻ. ഈ ജോഷി സാറിന്റെ സിനിമകൾക്ക് ആക്ച്വലി ഒരുപാട് സ്പെഷ്യാലിറ്റികൾ ഉണ്ട്. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ക്യാരക്ടേഴ്സിന്റെ പേര്. നരസിംഹമ്മൻ അറിയാം, ടോണി കുരിശിങ്കൽ, ആനക്കാട്ടിലീ പച്ചൻ, കാട്ടാളം പറഞ്ഞു, വാഹയിൽ വക്കച്ചൻ. അതൊരു കൾട്ട് കഥാപാത്രമാണ്. വില്ലനാണെങ്കിൽ തന്നെ ആ ഫുൾ ഫെസ്റ്റ് ആയിട്ട് ഡയലോഗ് പറയുന്ന സമയത്ത് അത് വേറെ തന്നെ ഒരു ക്യാരക്ടറാണ്. അത് ജോഷി സാർ സൂപ്പർ മിസ്സിയാണ്. ഹാ പുല്ലേ, അല്ല നിന്നെ വിളിച്ചതല്ല, ഹാ പുല്ലേ എന്ന് പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യ കാര്യമാണ് സുരേഷ് ഗോപി അല്ലേ? പക്ഷേ ഇതേ ഡയലോഗ് നല്ല വെടിപ്പായിട്ട് മഞ്ജു ചേച്ചിയെ കൊണ്ട് ചെയ്യിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ജോഷി സാർ. അത്തരം സിനിമയില് നമ്മുടെ മുരളിയും സുരേഷ് ഗോപിയും മഞ്ജു വാര്യരൊക്കെ ഒരു സൈഡിൽ നിന്ന് അന്യായ സ്കോറിംഗ് നടത്തുമ്പോൾ നമ്മുടെ എൻ എഫ് വർഗീസിന്റെ വേറെ കുറച്ച് അതെ അടിച്ചതാരാണ് കുടിച്ചു കഴിഞ്ഞാ എന്നെ കൂടെ ക്യാഷ് കൊടുത്തോ ചേട്ടാ. ഒരു മോര് സോഡയും കൂടെ ഇവന്ത് ഈ പ്രജ സിനിമ കണ്ടിട്ടില്ലേ? പിന്നെ അത് കാണാത്താരുള്ള അതില് ലാലേട്ടന് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഡയലോഗ്. ഈ നോർമൽ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആരും അത്രയും ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് പറയില്ല. പക്ഷെ പ്രജ സിനിമ എപ്പോൾ ടി വിയിൽ വന്നാലും നമ്മളത് മുഴുവൻ ഇത് കാണും. കാരണം എന്താ? അത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജോഷിയാണ്. എടാ അത് മാത്രല്ല, നീ മമ്മൂക്കയുടെ മഹായാനം കണ്ടിട്ടുണ്ടോ? പിന്നെ ലോറി ഡ്രൈവർ ചന്ദ്രു, ആ ക്യാരക്ടർ വരുന്നത് തന്നെ മുകേഷിന്റെ ബോഡി ആയിട്ടാ. അല്ല ടഫാണ്, റഫാണ്, എന്നെ ഇമോഷണൽ ആണ്. നമുക്ക് ആ സിനിമയിൽ നമ്മളൊന്ന് ചിരിച്ചു കാണാൻ ആഗ്രഹിക്കും. ശരിയാ, ഇതുവരെ ചിരിച്ചിട്ടില്ല. അതൊക്കെയാണ് ക്യാരക്ടർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിൽ എന്തെത്ര എക്സൈറ്റ്മെന്റ് എന്നറിയോ? അതേ ജോഷി സാർ തന്നെയാണ് ഇതേ മമ്മൂക്കേനെ വെച്ച് കുറച്ച് മുമ്പ് ന്യൂഡൽഹി ചെയ്തിട്ടുള്ളത്. പിന്നെ അത് എത്ര ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തു. ഇതിൽ ഏറ്റവും വലിയ കൗതുകം അറിയോ? ഈ ന്യൂഡൽഹിയുടെ തന്നെ തെലുഗു വേർഷനും കന്നഡ വേർഷനും ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജോഷി സാർ തന്നെ. ദിസ് ഈസ് എ ന്യൂ ഇൻഫർമേഷൻ. നമ്മളിപ്പോ എല്ലാവരും ഈ റീ റിലീസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, അതെന്നറിയോ? ജോഷി സാറിന്റെ 2020. എന്താണ് മോനെ സ്റ്റാർ കാസ്റ്റ്? സ്റ്റാർ കാസ്റ്റ് മാത്രമല്ല, മലയാളത്തില് എല്ലാ സ്റ്റാറുകളും ഒരുമിച്ച് വരുന്നു. അവർക്ക് ആ സിനിമയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുന്നു, സ്വാഗ് കൊടുക്കുന്നു. ഇത് ജോഷി സാറിനെ കൊണ്ടേ പറ്റും. ഈ 2020 കാര്യം പറഞ്ഞപ്പോഴേ നമ്പർ 20 മദ്രാസ് മീര് പറഞ്ഞു. പിന്നല്ലാതെ ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ അതിന്റെ തുടക്കം മുതല് ട്രെയിൻ, ഈ ലാലേട്ടന്റെ അല്ലറ ചില്ലറ തമാശകൾ, നമ്മുടെ ഇന്നസെന്റ്, ജഗദീഷ്, അങ്ങനെ ഒരു പ്രിയദർശൻ മോഡിൽ പോകുന്ന ഒരു സിനിമ ഒരു ഷിഫ്റ്റ് ഉണ്ട് കുറച്ച് കഴിയുമ്പോൾ. അതായത് കോമഡി ട്രാക്കിൽ തുടങ്ങിയ ഒരു സിനിമ പിന്നീട് പോകുന്ന വേറൊരു സോണറിലേക്കാണ്. നമ്മൾ ഈ ലേലം സിനിമ ചെറുപ്പത്തിൽ കാണുമ്പോഴേ ഈ MG സോമൻ ആരാന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ ഇപ്പോ MG സോമൻ എന്ന് പറയുമ്പോ മനസ്സിലാദ്യം വരുന്ന ഡയലോഗ് ഏതാ? നേരെ അതിനുമേനി ഈ പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതാണ് ജോഷി സ്വാഗ്. മെയിൻ സ്ട്രീം നടന്മാരെല്ലാത്തവർക്ക് വേണ്ടിയും സ്വാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. ഇതാണ് നടക്കാം കുറെ നേരമായി. അതാ പറഞ്ഞത്, ജോഷി സാർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബെഞ്ച് മാർക്ക് അത് ജോഷി സാറിന് മാത്രമേ. ഈ ധ്രുവ സിനിമയിലെ ഡയലോഗില്ലേ, നരസിംഹ മന്നാടിയാളുടെ ബാഡ്. എടാ ഇത് മോഹൻലാലാ, ധ്രുവത്തില് മമ്മൂട്ടിയാണ്. നരസിംഹ മതി